ഇക്കൊല്ലം മഴ തുടങ്ങിയപ്പം കാറ്റുണ്ടായിരുന്നു, പ്രഷർ വ്യത്യാസത്തിലുണ്ടായതാണോ? മൺസൂണിന്റെ കൂടെ ഒരു സാധാ കാറ്റുണ്ടായിരുന്നു, പക്ഷെ അങ്ങനത്തെ കാറ്റല്ല നമുക്കടിച്ചൊരു 4 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ച് കുലുക്കുന്ന ഒരു പ്രത്യേകതരം കാറ്റാണ്. ഈ കാറ്റ് സാധാരണ നമ്മുടെ കേരളത്തിൽ പതിവുള്ള കാര്യമല്ല. കാലാവസ്ഥ എങ്ങനെയൊക്കെ മാറും ഇനി അങ്ങോട്ട്? നമ്മുടെ മൺസൂണൊന്നും ഒരിക്കലും പോവില്ല, ഭൂമിയുള്ളിടത്തോളം കാലം ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിന്റെ റെയിൻ പാറ്റേണുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റം വരും, തീവ്ര മഴകളുടെ സാഹചര്യം കൂടും. നമ്മൾ ഈ ഫ്ലഡിന്റെ ഒരു ഭീഷണിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും മുക്തരാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളൊക്കെ കുറേ വർഷം കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലാവുന്ന സ്ഥലങ്ങൾ. അതൊക്കെ കേരളത്തിന്റെ പല തീരങ്ങളും വെള്ളത്തിനടിയിലാവും, കടലായി മാറും എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ കാലാവസ്ഥ മാറി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ചൂട് കൂടുന്നതിനാണ് കാലാവസ്ഥ മാറ്റം നമ്മൾ പറയുന്നത്. കാലാവസ്ഥ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഗ്ലോബൽ വാർമിംഗ് എന്ന് തുടങ്ങും. കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ ഇത് ചൂടിനെ കൂട്ടി. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ നമുക്ക് ഭൂമിയിൽ അതുള്ളത് കൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥ നിലനിൽക്കുന്നത്. അതിന്റെ അളവ് കൂടുന്ന സമയത്ത് ഭൂമി ചൂടാകാൻ തുടങ്ങും, ഐസ് ഉരുകാൻ തുടങ്ങും. ഇപ്പോൾ ആളുകൾ പറയും റെഡ് അലർട്ട് ആണ്, പക്ഷേ ഇന്ന് ഇവിടെ വെയിലടച്ചു എന്ന് പറയും, വെയിൽ വരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ല മഴ പെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ റെഡ് അലർട്ട് മഴ പെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ദുരന്ത സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. കാരണം മഴ കുതിർന്ന ഒരു പ്രദേശത്ത് പിന്നെ ഒരു ചെറിയൊരു മഴ പെയ്താൽ പോലും പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ചെറിയൊരു മഴയ്ക്കുള്ള സാധ്യത ആണെങ്കിലും ചിലപ്പോൾ അലർട്ട് കൊടുക്കും. പണ്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ടെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ തന്നെ കാലാവസ്ഥക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയ്യൂല എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൃത്യമാണ്. ഇപ്പോൾ കാലാവസ്ഥ പഠനം എങ്ങനെയൊക്കെ മാറി കഴിഞ്ഞ 20 വർഷത്തിൽ? കൃത്യമായിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇപ്പോൾ കൃത്യം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് എന്തായാലും പറയാൻ പറ്റും. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഈ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവില്ല. കുറച്ചൊന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഒരു പ്രദേശത്തെ അന്തരീക്ഷ വിവരങ്ങൾ, ചൂട്, മർദ്ദം, ഈർപ്പം തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കാറ്റിൻ്റെ വേഗത, കാറ്റിൻ്റെ ഡയറക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കൊടുത്തിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റം നമുക്ക് തരുന്ന ഒരു ഔട്ട്പുട്ട്, അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി, അടുത്ത ദിവസങ്ങളിൽ എന്താകും എന്നുള്ളത്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ ഭൂമിയിൽ മൊത്തം എല്ലാ ഭാഗത്തതും ഡാറ്റ എടുത്തിട്ട് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ചെയ്യുന്നുണ്ട്. അതായത് ഗണിതശാസ്ത്ര മോഡലുകളാണ്, അത് പ്രഡിക്ഷനാണ്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആപ്പിലൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നാളെ മഴയുണ്ടോ മറ്റന്നാളെ മഴയുണ്ടോ എന്നൊക്കെ കാണിക്കുന്നതിൻ്റെ കാരണം ഈ പറയുന്ന കമ്പ്യൂട്ടർ പ്രവചനങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. തീർച്ചയായും സാധ്യത എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും മഴ പെയ്യുന്നോ മഴ പെയ്യൂല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ അവിടെ പഠിക്കണം. അപ്പോൾ ഇതാരാ കൊടുക്കുന്നത് ഈ മോഡലുകൾ പറഞ്ഞാൽ ലോകത്ത് ഒരു 8 മോഡലുകളോളം പ്രധാനപ്പെട്ട മോഡലുകളുണ്ട് മെയിനായിട്ട്. അതിൽ തന്നെ 1-2 ആണ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. ഒന്ന് അമേരിക്കയുടെ ഒരു മോഡലാണ് ഗ്ലോബൽ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം. അതിൽ ആ മോഡലിൻ്റെ വേറൊരു പതിപ്പാണ് നമ്മളെ ഇന്ത്യയൊക്കെ ഉപയോഗിക്കുന്ന IMD ഒക്കെ ഉപയോഗിക്കുന്ന IMD GFS എന്ന് പറഞ്ഞിട്ട്. അതേപോലെ യൂറോപ്പിന് വേറൊരു മോഡലുണ്ട്, അതേപോലെ ബ്രിട്ടന് വേറൊരു മോഡലുണ്ട്. അങ്ങനെ ചില രാജ്യങ്ങൾക്കൊക്കെ ഓരോ മോഡലുകളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ യൂറോപ്പിൻ്റേത് അല്ലെങ്കിൽ അമേരിക്കേൻ്റെതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് കുറച്ചും കൂടി നമുക്കത് കൃത്യമായിട്ട് തോന്നാറുള്ളത്. പിന്നെ കാനഡയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ലോകത്തെല്ലാ ഭാഗത്തുനിന്നും നമ്മളുണ്ട്. പക്ഷെ നമുക്ക് ഈ കോവിഡ് ഉണ്ടായ സമയത്ത് നമ്മളൊക്കെ പറയണത് തെറ്റായിരുന്നു. കാരണം ഈ മോഡലിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ, മോഡലാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്ന നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ. കാരണം കോവിഡിൻ്റെ സമയത്ത് വിമാന ഗതാഗതങ്ങളൊക്കെ നിർത്തിവെച്ചതോടുകൂടെ ഈ മോഡലിലേക്ക് ഡാറ്റ സ്വീകരിക്കുന്നത് പലതും നമ്മുടെ വിമാനങ്ങളിലുള്ള സെൻസറുകളൊക്കെയാണ്. പല ഉയരങ്ങളിൽ വിമാനം പോകുന്ന സമയത്ത് ആ ഉയരങ്ങളിലുള്ള സെൻസർ, പണ്ട് ബലൂണ് കിട്ടിങ്ങിൻ്റെ മുകളിലേക്ക് വിടലുണ്ടായിരുന്നല്ലോ. അതേപോലെ കടലിൽ നമ്മൾ താപനില അറിയാൻ വേണ്ടിയിട്ട് പിന്നെ സോണ്ടേകളൊക്കെ ഉണ്ട്. അതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. വിമാനം ഡാറ്റ കുറവായിരുന്നു. അന്ന് കാലാവസ്ഥാ പ്രവചനം ഒരു 60%, 70% ഒക്കെ ആയിട്ട് കുറഞ്ഞു. മിക്ക രാജ്യങ്ങളിലും കുറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലായിടത്തും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഇതൊക്കെ വീണ്ടും ആക്റ്റീവ് ആയതോടുകൂടെ ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനം കറക്റ്റാണ്. മാത്രമല്ല ഇന്ത്യയിലൊക്കെ നമുക്ക് ഈ ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ഈ മോഡലുകളുടെയൊക്കെ റെസൊല്യൂഷനുകളൊക്കെ വളരെയധികം വർദ്ധിപ്പിച്ചു. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നാട്ടുകാർ എന്നേ ഉള്ളൂ. അപ്പോൾ വർദ്ധിപ്പിച്ചു. ഇപ്പോൾ കുറേ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം നമുക്ക് സർക്കാർ തലത്തിലും അല്ലാതെയൊക്കെ കിട്ടുന്നുണ്ട്. ഈ മോഡൽ പണ്ടില്ലായിരുന്നു, അത് മോഡൽ നേരത്തെ ഉണ്ട്. പക്ഷെ മോഡൽ എല്ലാ രാജ്യങ്ങളും അതാത് രാജ്യങ്ങളുടെ മോഡലുകൾ അവർ തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഒന്നോണം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇന്ത്യയുടെ സംവിധാനങ്ങൾ നമ്മളും ഇതേപോലെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പുതിയ ഉപഗ്രഹങ്ങൾ വിടുന്നുണ്ട്, പുതിയ സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ കാറ്റ് അടിച്ചില്ലേ നമ്മുടെ നാട്ടിൽ, അപ്പോൾ അതുപോലും നമ്മൾ പ്രവചിക്കാനുള്ള സംവിധാനത്തിലേക്ക് കാലാവസ്ഥാ വകുപ്പ് അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഡയറക്ടർ നാളെ പറഞ്ഞത്. ഇക്കൊല്ലം മഴ തുടങ്ങിയപ്പം കാറ്റുണ്ടായിരുന്നു, 2-3 ദിവസം ഭയങ്കര കാറ്റ്, മരങ്ങൾ വീഴുന്നു.
അപ്പോൾ ഈ പെട്ടെന്ന് മൺസൂൺ കയറി വന്നതിൻ്റെ ഒരു ഇതായിരുന്നു ഈ കാറ്റ്, അത് പ്രഷർ വ്യത്യാസത്തിലുണ്ടായതാണോ? അത് സാധാരണയായിട്ട് പിന്നെ മൺസൂണിൻ്റെ കൂടെ ഒരു സാധാ കാറ്റുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ കാറ്റല്ല നമുക്കടിച്ചൊരു 4 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന മരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിച്ച് കുലുക്കുന്ന ഒരു പ്രത്യേകതരം കാറ്റാണ്. ഈ കാറ്റ് സാധാരണ നമ്മുടെ കേരളത്തിൽ പതിവുള്ള കാര്യമല്ല. ഇതിനെ നമ്മൾ ഡൗൺ ഡ്രിഫ്റ്റ് എന്ന് പറയും, അതേപോലെ മൈക്രോബസ്റ്റ് എന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്വൾ എന്ന് പറയും. സ്ക്വൾ വെതർ എന്ന് പറഞ്ഞ സംഭവം ഞാനത് നിരീക്ഷിച്ചത് നേരത്തെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലില്ലാത്ത ചില കാറ്റുകളൊക്കെ ഉണ്ട്. പ്രധാനമായിട്ട് ടൊർണാഡോകൾ അമേരിക്കയിൽ കാണുന്ന അതുപോലുള്ളൊരു സാധനമാണ് ഈ സ്ക്വൾ. ഇത് മെയിനായിട്ട് ധ്രുവപ്രദേശങ്ങളുണ്ടാവുന്നതാണ് പെട്ടെന്ന്. അതായത് ഈ ചൂട് കാറ്റും തണുത്ത കാറ്റും കൂടി ചേരുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രതിഭാസമാണത്. അവിടെ ഈ കോൾഡ് ഫ്രണ്ട്, അതേപോലെ ചൂട് കാറ്റിൻ്റെയും മറ്റേ ഈ എന്താ പറയുക ഹിമവാതം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന വിഷയമാണ്. പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് അതിപ്പോൾ ഉണ്ടായതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളതൊരു പഠനം നടത്തേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഒരു പ്രാഥമിക നിരീക്ഷണ പ്രകാരം ഈ സമയങ്ങളിൽ നമ്മൾ നോക്കിയ സമയത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് ചൂടുകാറ്റ് നമ്മുടെ മൺസൂൺ കാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 3 കിലോമീറ്റർ ഹൈറ്റിൻ്റെ മേലേക്ക് ചില സമയങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കാം. കാരണം ഇത് മൺസൂൺ കാറ്റ് തണുത്ത കാറ്റാണ്, മറ്റേത് വരണ്ട ചൂട് കാറ്റാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ആവുന്ന സമയത്ത് ഇടി ഉണ്ടാവും. ഇടി ഫോം ചെയ്തിട്ട് പിന്നെ ഇതൊരു ഈ ഭാരമേറിയ കാറ്റ് താഴോട്ടേക്ക് വന്നിട്ട് പതിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വിവിധ ദിശകളിലേക്ക് കാറ്റ് വരിക ചെയ്യുക. അപ്പോൾ അതങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളെ നാട്ടിൽ പതിവുള്ള സംഭവം അല്ല അത്. ഇത് ഉത്തരേന്ത്യയിൽ ധ്രുവങ്ങളിൽ കാണുന്ന സംഭവമാണ്. ഇനി കാലാവസ്ഥ എങ്ങനെയൊക്കെ മാറും ഇനി അങ്ങോട്ട്? ഇനി കാലാവസ്ഥ നമുക്ക് നമ്മുടെ മൺസൂണൊന്നും ഒരിക്കലും പോവില്ല. അതൊക്കെ ആളുകളുടെ ഒരു ആശങ്കയാണ്. കാരണം അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഭൂമിയുള്ളിടത്തോളം കാലം ഉണ്ടാകുന്നതാണ്. പക്ഷെ അതിൻ്റെ റെയിൻ പാറ്റേണുകളിലൊക്കെ അങ്ങോട്ടും മാറ്റം വരും. അതേപോലെ ഈ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ തീവ്ര മഴകളുടെ സാഹചര്യം കൂടും. അതായത് അതാണ് നമുക്കുള്ള പ്രശ്നം. നമ്മുടെ ഈ ഫ്ലഡിൻ്റെ ഒരു ഭീഷണിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും മുക്തരാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. കാരണം ലോക്കൽ ഫ്ലഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഏരിയ മൊത്തം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ഈ മഴ നമുക്ക് ഒരു സ്ഥലത്ത് പെയ്തുകൊണ്ടിരുന്നത്, ഒരു ദിവസം പെയ്യേണ്ട മഴ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ മണ്ണിന് പിടിച്ചു നിർത്താൻ കഴിയില്ല, നമ്മുടെ മലകൾക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. മല ഒന്ന് ഇങ്ങനെ പോരും. അതേപോലെയാണ് ചിലപ്പോൾ 6 മാസം പെയ്യേണ്ട മഴയൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ പെയ്യുന്ന സാഹചര്യം പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഈ ഗ്ലോബൽ വാർമിംഗ് ആണ്. ചുഴലിക്കാറ്റുകളുടെ എണ്ണം കൂടുക, പിന്നെ അതേപോലെ അത് കടൽ ചൂടാകുന്ന സമയത്ത് ചുഴലിക്കാറ്റുകളുടെ എണ്ണം കൂടുക, അതേപോലെ ഈ ഫ്ലഡ് കൂടുക. ഈ ക്ലൗഡ് ബേസ്റ്റിംഗ് എന്ന് പറയുന്നത് അതാണോ? മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ നമ്മൾ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞത് ഈ മഴയുടെ അളവ് പിന്നെ 1 hour ഇത്ര എന്ന് പറയുന്നതിനാണ് മേഘവിസ്ഫോടനം. അതെ, ഒന്നായിരം മഴ പെയ്യുക. നമ്മുടെ തീവ്ര മഴ തന്നെ ആയിരിക്കും. മേഘവിസ്ഫോടനം ഉണ്ടാകുമ്പോൾ എന്തായാലും തീവ്രമഴ ഉണ്ടാവും. തീവ്രമഴ 24 മണിക്കൂറിൽ നമ്മൾ മഴ പെയ്യുന്ന കണക്കാണ് കൂട്ടുന്നത്. പക്ഷേ മഴ ഒന്നായിട്ട് പെയ്യുന്നതിന് അതേപോലെ മിനി ക്ലൗഡ് ബസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൻ്റെ ഒരു ചെറിയ രൂപം. അപ്പോൾ ഈ മിനി ക്ലൗഡ് ബസ്റ്റൊക്കെ നമ്മുടെ ഈ കുസാറ്റിൽ നടന്ന പഠനങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഈ നേരത്തെ അറിയാൻ പറ്റുമോ? ക്ലൗഡ് ബേസ്റ്റിന് വളരെ നേരത്തെ പ്രവചിക്കൽ അസാധ്യമാണ്. പക്ഷെ എന്നാലും നമുക്ക് നേരത്തെ കുറച്ച് മണിക്കൂറുകൾ മുമ്പൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ കുസാറ്റിൽ നടത്തിയ മുമ്പത്തെ ഒരു പഠനത്തിൽ 2019 ഒരു പഠനത്തിൽ അന്ന് ഉണ്ടായ പൊട്ടിമുടി ദുരന്തമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ അവിടെ. കാരണം എന്ന് വെച്ചാൽ ഈ കൂമ്പാരമേഘങ്ങളുടെ രൂപീകരണം. ഈ കൂമ്പാരമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടാകുന്ന വേനൽക്കാലത്ത് പെയ്യുന്ന ഭയങ്കര മഴയാണ്. പക്ഷേ വേനൽക്കാലത്ത് നമുക്കത് അങ്ങനെ ഒരു മഴ പെയ്യുമ്പം നമുക്കത്ര ഫീൽ ചെയ്യാതെ നമ്മളെ ഭൂമി ഉണങ്ങി കിടക്കുന്ന ഭൂമിയിലേക്ക് വെള്ളം വന്നാൽ എത്രയും കുടിച്ചു പോകുന്നൊരു സമയമുണ്ട്. അപ്പം അങ്ങനെ മാത്രമല്ല പുഴകളൊക്കെ ലോ ലെവലിലായിരിക്കും. അപ്പോൾ പുഴകളിലൊക്കെ എല്ലായിടത്തും സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഈ കൂമ്പാര മേഘങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടവർ ക്ലൗഡ്സ് ആണിത്. അതായത് കിലോമീറ്ററുകളോളം മുകളിലോട്ട് മേഘങ്ങൾ വളരുക. അങ്ങനെ വളർന്നിട്ട് മേഘങ്ങൾ ഒരു 10 കിലോമീറ്ററിൻ്റെ മുകളിൽ പോയി 13 കിലോമീറ്ററിലൊക്കെ എത്തുന്ന സമയത്ത് അവിടെ ഐസ് പരലുകളായിട്ട് മാറും. മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയും. അങ്ങനെ ഈ ഐസ് പരലുകളുടെ ഈ ചിത്രങ്ങൾ ഇവർക്ക് റഡാറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രത്യേക സാറ്റലൈറ്റ് റഡാർ സെൻറ്ററിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്നുള്ളത് തന്നെ മനസ്സിലായത്, സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കൂമ്പാരമേഘങ്ങൾ രൂപപ്പെടുന്നത് ഈ മൺസൂൺ കാലത്ത് നമുക്കൊരു വെല്ലുവിളിയാണ്. അതാണ് നമ്മൾ ഈ തരത്തിലുള്ള
പെട്ടെന്ന് ക്ലൗഡ് ബസ്റ്റുകളൊക്കെ ഉണ്ടാകാനുള്ള കാരണം. പിന്നെ കാറ്റ് കൂടിച്ചേരുന്ന, കാറ്റ് ഇഴചേരുന്ന സംഭവം, വിൻഡ് കൺഫ്ലുവൻസ് എന്നൊക്കെ പറയും. രണ്ട് കാറ്റുകൾ ഇങ്ങനെ ഇഴചേരുന്നതൊക്കെ, അവിടെയൊക്കെ നല്ല മഴ പെയ്യും. അപ്പം അങ്ങനെ അത് മൊത്തത്തിലുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനം. പിന്നെ മാത്രമല്ല നമ്മുടെ ഭൂപ്രകൃതി, നമ്മൾ കേരളത്തിലും പേടിക്കണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഒരു വിഷയമാണ്. നമുക്കൊരു ഭാഗം കടലാണ്. ഇതായിരുന്നു നമുക്ക് മിതമായ കാലാവസ്ഥയിൽ നമുക്ക് സ്വർഗം അഡ്വാൻറ്റേജ് നൽകുന്നതിൻ്റെ അതായിരുന്നു. ഒരു ഭാഗം നമുക്ക് കടലാണ്, അവിടെ നിന്ന് 50 കിലോമീറ്റർ പോലും പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഇങ്ങനെ ഉയർന്നു വന്ന് അതൊരു 10 കിലോമീറ്റർ പോകുമ്പോഴേക്കും ഇടനാട് പ്രദേശങ്ങളായി, ഇങ്ങനെ കുന്നുകൾ തുടങ്ങി വലിയ മലകളായി. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. പക്ഷേ തമിഴ്നാടിനെ അപേക്ഷിച്ച് ആ ഒരു വിഷയമില്ല. അവർക്ക് കാലാവസ്ഥ മാറിയപ്പോൾ ഈ അഡ്വാൻറ്റേജ് പ്രശ്നമായി മാറും. അതാണ് നമുക്കിത് അറബിക്കടലിൽ ചൂടാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും പ്രശ്നമായി മാറുന്ന ഒരു വിഷയമാണ്. മൺസൂൺ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇപ്പോൾ ആഫ്രിക്കൻ മൺസൂണുണ്ട്, ഓസ്ട്രേലിയൻ മൺസൂണുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണോ? ഇല്ല, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ തൽക്കാലം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഈ ഒരു പരിധിയിലുള്ള കാര്യങ്ങൾ മതി. പക്ഷേ അത് കാലാവസ്ഥ പ്രവചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൊത്തത്തിൽ, അതായത് ഭൂമിയുടെ ഒരു തെക്കേ ഗ്ലോബിൽ, അതായത് അർദ്ധഗോളത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് നമ്മളത് നോക്കും. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ ഇവിടുത്തെ മൺസൂണായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലും മറ്റും നടക്കുന്ന കാര്യങ്ങളാണ് നോക്കുന്നത്. അത് നമ്മൾ ടെലി കണക്ഷനുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആഗോള കാലാവസ്ഥ പ്രതിഭാസങ്ങൾ പറയുന്നുണ്ട്. സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ബോധമില്ലാവേണ്ട കാര്യമില്ല. ലോകത്ത് എവിടെ കാലാവസ്ഥയിൽ എന്ത് നടന്നാലും നമ്മൾ ഒബ്സർവ് ചെയ്യണം. കാരണം പസഫിക് ഓഷ്യനിൽ നടന്ന ഒരു ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് കാറ്റ് വലിഞ്ഞു, അത് നേരെ പോയിട്ട് വയനാട് ചുരത്തിൽ തങ്ങിയിരിക്കുന്നു. ഇനി ഇതേപോലെ അടുത്ത ഈ സീസൺ വെച്ചാൽ ഈ ലോകം മൊത്തം കറങ്ങുന്ന ഒരു MJO എന്ന് പറഞ്ഞ പ്രതിഭാസം നമ്മുടെ പേജിൽ ഇടക്കിടക്ക് പറയണം, മാഡം ജൂലിയൻ ഓസിലേഷൻ. ഇതിങ്ങനെ ഭൂമിൻ്റെ ഓരോ ഭാഗങ്ങളിലെത്തുന്നതനുസരിച്ച് അവിടുത്തെ കാലാവസ്ഥ ഒന്ന് ആക്റ്റീവ് ആവും. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ മഴ ഉണ്ടായ സമയത്ത് ഇത് ഏകദേശം ഇന്ത്യൻ റീജിയനിലാണ്. ഇന്ത്യൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്മുടെ പിന്നെ ബംഗാൾ ഉൾക്കടലിൻ്റെ റീജിയനിലാണ്. ഇനി അത് നീങ്ങും. അത് നീങ്ങിയിട്ട് കിഴക്കോട്ടാണ് പോവുക, പടിഞ്ഞാറ് കിഴക്കോട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇനി പസഫിക് സമുദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇനി എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അടുത്ത മാസങ്ങളിലായിട്ട് അവിടെ ന്യൂനമർദ്ദങ്ങൾ, ചുഴലിക്കാറ്റുകൾ, അവിടെ ഭയങ്കര ശക്തിയുള്ളതാണ്. സൂപ്പർ ടൈഫോണുകളൊക്കെ ഉണ്ടാവുക. പക്ഷെ അവിടെ ഉണ്ടായാലും നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ഉണ്ടായാലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബംഗാൾ ഉൾക്കടലിൽ അതേപോലെ ഈ പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന ഈ ചുഴലിക്കാറ്റുകളും കാര്യങ്ങളെയും നമ്മൾ നോക്കണം. കാരണം ഈ ബംഗാൾ ഉൾക്കടലിൽ മൺസൂൺ ട്രഫ് ഉണ്ടാകുന്നുണ്ട്, മൺസൂൺ മഴപ്പാത്തി എന്നാണ് സംഭവം. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കേരളത്തിൽ ഉണ്ടാകും. അതേസമയത്ത് അറബിക്കടലുണ്ടായാൽ നമുക്ക് പ്രശ്നമില്ല. കാരണം അറബിക്കടലുണ്ടാകുന്ന ചുഴലിക്കാറ്റുകളും ന്യൂനമർദ്ദങ്ങളും മിക്കതും ഒമാൻ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഗുജറാത്ത് ഭാഗത്തേക്കോ ഒക്കെ നീങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു വലിയൊരു ഇഷ്യൂ ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ തീരത്ത് മഴ പെയ്യുന്നല്ലാതെ. ഓക്കെ. അപ്പോൾ ഈ കോഴിക്കോട് ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞില്ലേ, മഴ വയനാട് ചുരത്തിൽ തങ്ങിയിരിക്കുന്നു, അത് ഉണ്ടായി കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലായത് പസഫിക് ഓഷ്യനിൽ ഉണ്ടായ കാറ്റിന്റെ ഭാഗമായിട്ട്. അത് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഈ ഡാറ്റ പിന്നെ പരിശോധിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക. ഓക്കെ. അതേപോലെ നമ്മൾ എങ്ങനെ മനസ്സിലായി ഡാറ്റ? നമുക്ക് ഈ വിൻഡിൻ്റെ വലിക്കുന്നത് അറിയാമല്ലോ. നമുക്ക് ഓരോ ലെയറിൽ വിൻഡ് നമ്മൾ നോക്കും. അതായത് ഓരോ ലെയർ, അതായത് 900 അങ്ങനെ പറഞ്ഞിട്ട് HPA ലെവൽ നോക്കും, മർദ്ദത്തിൻ്റെ ലെവലിൽ എവിടെ നിന്നൊക്കെയാണ് വിൻഡ് വലിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ അവിടുന്ന് ക്ലൗഡ് അവിടുന്ന് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലൗഡ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് റഡാറിലൊക്കെ നമുക്ക് ആ സമയത്ത് റിയൽ ടൈം നോക്കുകയാണെങ്കിൽ ക്ലൗഡ് എങ്ങനെ മൂവ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ ക്ലൗഡ് ഇന്ന സ്ഥലത്ത് പോയി തങ്ങി നിൽക്കാം, അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് മഴ പെയ്യാം എന്നൊക്കെ അറിയാം. അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ നൗകാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാലാവസ്ഥ വകുപ്പ് ഇങ്ങനെ കൊടുക്കുക. അടുത്ത 3 ഇപ്പോൾ മെസ്സേജ് വരുന്നില്ലേ, അടുത്ത 3 മണിക്കൂറിൽ നിന്ന് സ്ഥലത്ത്. അപ്പോൾ ഈ ക്ലൗഡ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എവിടെയാണ് ഫോം ചെയ്യുന്നത്, അപ്പോൾ എവിടെ മഴ പെയ്യും എന്നുള്ളത് 3 മണിക്കൂർ അത് ഏകദേശം 90% മുകളിൽ ആക്യുറേറ്റ് ആയിരിക്കും. കാരണം ഏറ്റവും അടുത്ത സമയത്ത് പറയുന്ന കാലാവസ്ഥ പ്രവചനം. പക്ഷെ അതാരും മൊബൈൽ നോക്കാറില്ല. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലം വരെ നമ്മൾ നോക്കാറുണ്ട്. നമ്മൾ പണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാലാവസ്ഥ അനുസരിച്ച് കാലാവസ്ഥ നോക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരായി മാറണോ? ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഇന്നത്തെ കാലാവസ്ഥയുടെ അവസ്ഥ എന്താണെന്ന് നോക്കി ഇന്നത്തെ പരിപാടികൾ തീരുമാനിക്കണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറേണ്ട സമയമായ? തീർച്ചയായിട്ടും മാറണം. ഇപ്പോൾ അത് എന്തിനു മാറണം എന്നുള്ള ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി ലാഭം വേണമെങ്കിൽ നിങ്ങൾ മാറണം, അത്രേ ഞാൻ പറയുള്ളൂ. കാരണം എന്തൊരു കാര്യമാണെങ്കിലും നമ്മളൊരു കാലാവസ്ഥ മൂലം ഓരോ വ്യക്തിക്കും ഒരു വർഷം നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഇത്ര കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അസുഖങ്ങളാവട്ടെ, പനിയാവട്ടെ, ജലദോഷമാവട്ടെ, ചികിത്സ ആവട്ടെ, നിങ്ങളുടെ വാഹനത്തിൻ്റെ അപകടങ്ങളാവട്ടെ, തേയ്മാനാവട്ടെ, വണ്ടി, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാറ് പോലും മഴ വരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. അത് വഴിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഈ ചിലവുകളെല്ലാം കൂട്ടി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം
എന്ത് വേണം, നമ്മളിപ്പോൾ കുട എടുത്ത് പോകണോ, ഇപ്പോൾ വൈകുന്നേരം മഴ വരെ ബൈക്ക് എടുക്കണോ, അതല്ലെങ്കിൽ നമുക്ക് കാർ എടുക്കണോ, അങ്ങനെയുള്ള ഓരോ കാര്യവും നമ്മൾ കാലാവസ്ഥയിൽ ബന്ധപ്പെട്ട. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അത് നോക്കി പോകാൻ തന്നെ വേണം. എങ്ങനെ നോക്കുക ഒരു കോമൺ മാൻ കാലാവസ്ഥ ഇന്നത്തെ അറിയാനുള്ള ഏറ്റവും ഗൂഗിളിൽ അടിക്കാറുണ്ട് നമ്മൾ 2 days വെതർ എന്ന് പറഞ്ഞിട്ട് വെതർമാനെ ഫോളോ ചെയ്യാം, അല്ലാതെ വേറെ എന്തെങ്കിലും വഴികളുണ്ടോ? ഇല്ല, ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഈ ആപ്പുകളിൽ കുറേ കൂടി കാര്യങ്ങളൊക്കെ കിട്ടും. ഈ വിൻഡി പോലുള്ള കുറച്ചും കൂടി സയൻറ്റിഫിക് ബേസ്ഡ് ആയിട്ടുള്ള ആപ്പുകളാണത്. നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിയൽ ടൈം ഒരു ടൗണിൽ നിന്നു പെട്ടെന്ന് മഴ പെയ്യുന്നു, ഇനിയിപ്പോൾ നമുക്ക് 2 റൂട്ടുണ്ട്, ഏത് റൂട്ടിന് പോകണം, നമ്മളിൽ കുടയില്ല അല്ലെങ്കിൽ കോട്ട എടുത്തിട്ടില്ല, ഏത് റൂട്ടിന് പോകണം, അപ്പോൾ ഈ മേഘം എവിടേക്ക് പോകുമെന്നറിയണമെന്ന് നമുക്ക് റഡാർ നോക്കാം. അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഇങ്ങനത്തെ ആപ്പുകളിൽ വിൻഡിയിൽ ഇങ്ങനത്തെ ആപ്പുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മെഡ്വീറ്റിൻ്റെ ആപ്പിൽ പോലും ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് നമുക്കറിയാം ഈ ലൊക്കേഷനിൽ മാത്രമേ മഴയുള്ളൂ, അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ പോകാം എന്നുള്ള അറിയാം. പിന്നെ നമുക്ക് അല്ലാതെ ഒരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ക്ലൗഡിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ വീടിൻ്റെ കാര്യം. ഞാനൊക്കെ ശരിക്കും അങ്ങനെ ചെയ്യാറുണ്ട്. ചില സമയത്ത് റൂട്ട് മാറ്റി പിടിക്കും, റൂട്ട് മാറ്റി പിടിക്കും. കാരണം ഒരു മഴ ഇപ്പം ഇവിടെ പെയ്യുകയാണെങ്കിൽ എല്ലാവരും വണ്ടി നിർത്തി കോട്ടിടുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് സ്പീഡ് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ അങ്ങാടി മുതൽ മഴ ഉണ്ടാവില്ല. അത് എക്സ്പീരിയൻസ് ആണത്. അങ്ങനെ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. വെതർമാൻ രാവിലെ എണീറ്റ് എന്തൊക്കെയാണ് ചെയ്യാം? കാലാവസ്ഥയുടെ അവസ്ഥ നോക്കലാണോ? കാലാവസ്ഥയുടെ അവസ്ഥ നമ്മളൊരു ഐഡിയ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെക്കും, എപ്പോഴും ഉണ്ടാക്കി വെക്കും. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നമ്മൾ വെതർ പാറ്റേണും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നാമത് നമ്മൾ മെയിനായിട്ട് നോക്കുക വിൻഡാണ്. നാളത്തെ വിൻഡ് എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ നാളത്തെ എങ്ങനെയാണെന്ന് നോക്കും. ഏകദേശം അത് തന്നെ ആയിരിക്കും പിറ്റേന്ന് ഉണ്ടാവുക. ഈ മോഡലുകൾ നോക്കും. ഈ മോഡലുകൾ നോക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിറ്റേന്ന് രാവിലെ ക്ലൗഡ് നോക്കും. ക്ലൗഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതുപോലെയാണോ, നമ്മൾ ഉദ്ദേശിച്ച പോലെയാണോ എന്നൊക്കെ നോക്കും. ഓരോ സമയത്തും കാറ്റ് എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള സംവിധാനം നമുക്കുണ്ട്. ഇപ്പം ഇന്ന് 5 മണിക്ക് ശേഷം കാറ്റിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇന്ന് നോക്കാം. ഓരോ ടൈമിനനുസരിച്ച് ഈ മോഡൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഇന്നാൾ ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞ ഒരു ദിവസം കാറ്റിൻ്റെ ദിശ ഓഫ് ഷോറായി മാറി. ഈ മോഡൽ മാത്രമല്ല, ഇന്ത്യ പോലെ മാത്രമല്ല, അതുപോലെ വേറെ കുറേ മോഡലുകളുണ്ട്, കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ളുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് കോമൺ പീപ്പിൾസിന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ കാലാവസ്ഥ അറിഞ്ഞ് ജീവിക്കേണ്ട സമയമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാവിലെ നമ്മൾ ജോലിക്ക് പോയി അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിൽ പോയി തിരിച്ചു വരുമ്പോഴായിരിക്കും പെട്ടെന്ന് വെള്ളക്കെട്ട്. കാരണം ഇപ്പം എല്ലാ നഗരങ്ങളിലും സർപ്രൈസ് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. കൊച്ചിയിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഇനിയിപ്പോൾ പുറത്ത് സ്പെയിനിലാണെങ്കിലും അവിടെയൊക്കെ ഈ വെള്ളക്കെട്ട് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാകുന്നതിൻ്റെ സൊല്യൂഷൻ ഉണ്ടോ? വെള്ളക്കെട്ടുകൾ ടൗൺ പ്ലാനിങ്ങിൻ്റെ അഭാവമാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളെ ടൗണുകളൊക്കെ അങ്ങനെ വികസിച്ച് വന്ന പഴയ ടൗണുകളായതുകൊണ്ട് നമുക്ക് അത് പരിഹരിക്കൽ പ്രയാസമാണ്. അപ്പം ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വെച്ചാൽ ഇനിയുള്ള റോഡ് വികസനം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇതേപോലെ ഡ്രെയിനേജ് സംവിധാനം, വെള്ളക്കെട്ടുകളുടെ മെയിൻ സംഭവം ഡ്രെയിനേജ് സംവിധാനങ്ങളാണ്. പിന്നെ ഈ വെള്ളം നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, ഒന്നെങ്കിൽ കനാലിലൂടെ മറ്റോ കടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ കടലിലേക്ക് ഈ വെള്ളത്തുനിന്നടുത്ത് ചളി അടിഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലഡൊക്കെ ഉണ്ടായ സമയത്ത് കടലിൽ വെള്ളം എടുക്കാത്ത അവസ്ഥ വന്നു. അത് ഈ ടൈഡ് പോലുള്ള സംഭവങ്ങളാണ്. അത് നമ്മളിങ്ങനെ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനം വെച്ചാൽ ഡാമുകൾ തുറക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അത് കടലിൽ വെള്ളം എടുക്കുന്ന സമയത്ത് തുറക്കണം. അതായത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ലോ ടൈഡ് അത് എടുക്കണം. അതേപോലെ നീപ്പ് ടൈഡ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഈ കാൽക്കുലേഷൻ ചെയ്യണം. കാരണം ഇവിടുന്ന് ഡാം വെള്ളം തുറന്നാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇടുക്കിന്ന് ഡോർ തുറന്നു കഴിഞ്ഞാൽ ആ വെള്ളം എത്ര മണിക്കൂർ കൊണ്ടാണ് നമ്മൾ അറബിക്കടലിൽ എത്താന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യണം. ആ സമയത്ത് കടലിൽ വെള്ളം എടുക്കുമെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ നോക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പല രാജ്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളൊക്കെ നമ്മുടെ പുതിയ പഠനങ്ങൾ പ്രകാരം ആഗോളതലത്തിൽ നടക്കുന്ന പല പഠനങ്ങൾ പ്രകാരവും നമ്മളൊക്കെ കുറേ വർഷം കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലാവുന്ന സ്ഥലങ്ങൾ അതൊക്കെ കേരളത്തിൻ്റെ പല തീരങ്ങളും വെള്ളത്തിനടിയിലാവും. നഗരം ഇതൊക്കെ കടലായി മാറും എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. 50 വർഷങ്ങൾക്ക് ശേഷം കൊച്ചി മുംബൈയൊക്കെ കടലിനടിയിലായിരിക്കും. അതുപോലെ ജക്കാർത്ത പോലുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞാൽ ജക്കാർത്ത അവിടുന്ന് അവർ നഗരങ്ങൾ മാറ്റി. ഇത് മോഡലുകളാണ് പറയുന്നത് 50 വർഷത്തിന് ശേഷം കടൽ. ഇതിനൊക്കെ പ്രൊജക്ഷൻ പഠനങ്ങൾ എന്ന് പറയാം. മോഡലുകളുടെ വേറൊരു രൂപം. നമ്മൾ ഈ മുമ്പ് പറഞ്ഞല്ലോ, ഈ കോവിഡിൻ്റെ കാലത്ത് ഇത്ര കോവിഡ് കൂടും കുറയും എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലുള്ള ഒരു പ്രൊജക്ഷൻ പഠനങ്ങളാണ്. ചൂട് കൂടുമ്പോൾ കടൽ. അതെ. ഇതിനൊക്കെ പഠിക്കാൻ US-ലും യൂറോപ്പിലൊക്കെ അതിനായിട്ടുള്ള വലിയ സംവിധാനങ്ങളുണ്ട്. ഒരുപാട് വലിയ സംവിധാനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. യൂറോപ്യൻ യൂണിയനിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥ മാറി എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ചൂട് കൂടുന്നതിനാണ് കാലാവസ്ഥ മാറ്റം നമ്മൾ പറയുന്നത്. കാലാവസ്ഥ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഗ്ലോബൽ വാർമിംഗ് എന്ന് തുടങ്ങണം. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ ടെമ്പറേച്ചർ
പിന്നെ 1.5 ഡിഗ്രി, അതായത് നമ്മുടെ ഈ കാലാവസ്ഥ മാറ്റം തുടങ്ങിയത് നമുക്ക് നമ്മുടെ വ്യാവസായിക വിപ്ലവത്തിന് ശേഷമാണ്. വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഒരുപാട് പിന്നെ വ്യവസായങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുണ്ടാവുകയും അവിടുന്ന് ഈ ഹരിതഗൃഹ വാതകങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഇത് ചൂടിനെ കൂട്ടി, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ നമുക്ക് ഭൂമിയിൽ പിന്നെ ആവശ്യമാണ്. പക്ഷേ അതുള്ളത് കൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥ നിലനിൽക്കുന്നത്. കാരണം ഒരു 15 ഡിഗ്രി 16 ഡിഗ്രിയാണ് ഭൂമിയുടെ ഒരു ശരാശരി താപനില. ശരാശരി എല്ലാം കൂടി എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ അതിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ജീവൻ നിലനിൽക്കുള്ളൂ. പക്ഷേ അതേ സമയത്ത് അതിൻ്റെ അളവ് കൂടുന്ന സമയത്ത് പിന്നെ ഇതേപോലെ ഭൂമി ചൂടാകാൻ തുടങ്ങും. അപ്പോൾ ഐസ് ഉരുകാൻ തുടങ്ങും, ചുഴലിക്കാറ്റുകൾ കൂടുക, ഫ്ലഡ് ഉണ്ടാവുക, അതേപോലെ വരൾച്ച ഉണ്ടാവുക, പിന്നെ തണുപ്പ് കൂടുക. അപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുക. അത് പെട്ടെന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ നമുക്കിപ്പം ചൂടാണെങ്കിൽ പിന്നെ കൊടും വരൾച്ച, പിന്നെ കൊടും തണുപ്പ്. പക്ഷേ ഇത് നമ്മൾ യൂറോപ്പിൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരു 1-2 വർഷത്തെ കണ്ടില്ലേ, അവിടെ 50 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോയി. ഇംഗ്ലീഷുകാർ വെയിലുള്ളാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്ന നാട്ടിൽ 50 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോയി കഴിഞ്ഞാണ്. അതേപോലെ ഭയങ്കര മഞ്ഞ് വീഴ്ച ഉണ്ടാവും. പിന്നെ അതേപോലെ ഭയങ്കര മഴ, പ്രളയം നമ്മൾ യൂറോപ്പിലൊക്കെ പ്രളയം കണ്ടില്ലേ, ഇത് അവിടെ ശരിക്കും അത് എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഇപ്പം പ്രളയം നമ്മൾ അനുഭവിക്കുന്നുള്ളൂ, കൊടും വരൾച്ച അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരും. ഇപ്പോൾ ചൂടും റെക്കോർഡ് ചൂടായിരുന്നു നമ്മുടെ നാട്ടിൽ. അതെ, വേനൽക്കാലത്ത് റെഡ് അലേർട്ട് വന്ന് ഇത്തവണ ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തുടക്കമാണോ? അതെ, ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളിലും മാറ്റം വരും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യാനുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിൽ മുമ്പ് ഓസോൺ പാളിയിൽ വിള്ളൽ അത് സ്വമേധയാ ഭൂമി അടഞ്ഞു. അതിന് കുറേ കാരണം നമുക്ക് പറയുന്ന ആളുകൾ പറയണത് ഈ കോവിഡ് കാലം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സയൻറ്റിഫിക്കലി അതൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അതുപോലെ നമുക്ക് ഈ കാർബൺ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഴയ കാലാവസ്ഥയിലേക്ക് തിരിച്ചു വരും. അതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ, അതുപോലുള്ള പിന്നെ വനവൽക്കരണങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ വ്യവസായങ്ങളൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ അലേർട്ട് സിസ്റ്റം സ്ട്രോങ് ആണ്. റെഡ് അലേർട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് തോന്നുന്നത്, അതോ നേരത്തെ ഉണ്ടായിരുന്നോ? അലേർട്ട് സിസ്റ്റം നേരത്തെ ഉള്ളതാണ്. പക്ഷേ അലേർട്ട് സിസ്റ്റം അത് ആളുകളിലേക്ക് കൂടുതൽ എത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത് മാധ്യമങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കാൻ തുടങ്ങിയതോടെ ആളുകൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഈ അലർട്ട് സിസ്റ്റം ഉണ്ട്. അലർട്ട് സിസ്റ്റം പിന്നെ ഒരു ദിവസം 4 തവണ മാറുന്ന രീതിയിലുള്ള സിസ്റ്റങ്ങളാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിനൊക്കെ ഉള്ളത്. അപ്പോൾ അത് 3 മണിക്കൂർ നേരത്തേക്കുള്ളതാണ്. പിന്നെ അതിങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അതായത് ഏത് സമയവും റെഡ് പെട്ടെന്ന് വരാം. അത് നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കണം. റെഡ് പെട്ടെന്ന് വരാം. ഓറഞ്ച് ആണെങ്കിൽ റെഡ് ഏത് നിമിഷവും ചാടാം. ഓറഞ്ച് റെഡിലേക്ക് ചാടാം, പെട്ടെന്ന് ചാടും. പക്ഷെ അതൊരു ഇതാണെങ്കിൽ മഴയുടെ കാര്യത്തിൽ ഓറഞ്ച് റെഡ് ആവുന്ന എപ്പോഴാണ്? അതായത് കാലാവസ്ഥ ആളുകളുടെ ഒരു ചെറിയൊരു എന്താ പറയുക, മനസ്സിലാക്കി കൊടുത്തുള്ളൊരു പിഴവുണ്ട്. ഈ മഴ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളും അങ്ങനെ തന്നെ കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. മഴയുടെ തീവ്രത മാത്രമല്ല ഈ അലർട്ടിൻ്റെ മാനദണ്ഡം. അതായത് മഴയുടെ തീവ്രത, ഇപ്പോൾ ആളുകൾ പറയും റെഡ് അലർട്ട് ആണ്, പക്ഷേ ഇന്ന് ഇവിടെ വെയിലറച്ചു എന്ന് പറയും, വെയിൽ വരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നല്ല മഴ പെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ റെഡ് അലർട്ട് മഴ പെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പിന്നെ ദുരന്ത സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. കാരണം മഴ കുതിർന്ന ഒരു പ്രദേശത്ത് പിന്നെ ഒരു ചെറിയൊരു മഴ പെയ്താൽ പോലും പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ചെറിയൊരു മഴക്കുള്ള സാധ്യത ആണെങ്കിലും ചിലപ്പോൾ അലർട്ട് കൊടുക്കും. അലർട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റികൾക്കൊക്കെ കൃത്യമായിട്ട് അവിടെ ആക്റ്റീവ് ആളുകൾ ഒഴിപ്പിക്കണമെങ്കിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അലർട്ട് വേണം. അലർട്ട് ഉണ്ടെങ്കിൽ ആളുകളെ ഒഴിപ്പിക്കാം. ദുരന്ത നിവാരണ പിന്നെ അതുപോലെ നമുക്ക് പിന്നെ സൈന്യത്തിനെ അവിടെ വിന്യസിക്കാം. പിന്നെ അവിടെ നിയമം മാറി, അപ്പോൾ അതിൻ്റെ നിയമങ്ങളൊക്കെ മാറി. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ ഒരു അലർട്ടുകൾ പല സ്ഥലത്തും കൊടുക്കുന്നത്. അപ്പോൾ അലർട്ട് നമ്മൾ മഴയുടെ അളവ് മാത്രമായിട്ട് നോക്കാൻ പറ്റില്ല ഇങ്ങനത്തെ സമയങ്ങളിൽ. പല സിറ്റുവേഷൻസ് നോക്കിയിട്ടാണ് അലർട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ വെതർമാൻ്റെ പ്രഡിക്ഷൻ കൊണ്ട് വെതർമാൻ പറഞ്ഞിട്ട് ഇമ്പാക്റ്റ് കുറഞ്ഞ എന്തെങ്കിലും കാലാവസ്ഥ സിറ്റുവേഷൻസ് ഉണ്ടോ? കഴിഞ്ഞ ഒരു 9 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൗഡായിട്ട് വെതർമാനിന് പറയാൻ പറ്റിയ? ഇല്ല, അതിൽ നമ്മുടെ മലയാളികളായ ആളുകൾക്ക് ഇപ്പം നമ്മൾ ഇതിൽ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ പോലും വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ കുറേ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ സ്വാഭാവികം നേരിടും. ആളുകൾ വിശ്വസിക്കില്ലല്ലോ. അനുഭവത്തിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ ആളുകൾ വിശ്വസിക്കുള്ളൂ. പ്രത്യേകിച്ച് മലയാളികൾക്ക് എപ്പോഴും വിമർശന ബുദ്ധിയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അതേ സമയത്ത് നമ്മുടെ നാട്ടിലില്ലെങ്കിലും നമ്മുടെ തമിഴ്നാട്ടിൽ ആളുകൾ, അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതേപോലെ വെതർമാൻമാരുണ്ട്. തമിഴ്നാട് വെതർമാനുണ്ട്, ആന്ധ്രാപ്രദേശിൽ വേറൊരാളുണ്ട്. നിങ്ങൾ കണക്റ്റഡ് ആണോ?
പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ നമ്മൾ സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും തിരക്കുള്ള ആളുകളായതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതേപോലെ ഇവിടെ ബംഗാളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ആളുകൾ. അപ്പോൾ ഇന്ത്യൻ്റെ പുറത്തും ഇതേപോലെ പ്രൈവറ്റ് മേഖലയിലുള്ള വെതർ ബ്ലോഗേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം നമ്മൾ സേഫ് സോണിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പഠിക്കാനോ നമ്മൾ മനസ്സിലാക്കാനോ പഠിച്ചില്ല. നമുക്കെപ്പോഴും അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ. പക്ഷേ കേരളത്തിലെ മലയാളികളെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മാസം, ഇപ്പോൾ ഈ കഴിഞ്ഞൊരു മാസം തന്നെ 63 ലക്ഷം ആളുകളിലേക്കൊക്കെ നമ്മുടെ പോസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അരക്കോടിയോളം ആളുകളെത്തി എന്നുള്ളതാണ്. വിശ്വാസത്തിലെടുത്തു എന്നുള്ളതാണ്. മലയാളികൾ വിശ്വാസത്തിലെടുക്കുന്നു. മലയാളികൾ വിശ്വാസത്തിലെടുത്തു. ഇതൊരു സംഭവമാണെന്ന് മലയാളികൾ പഠിക്കാൻ തുടങ്ങി. ഇനി അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അലർട്ടുകൾ അവർ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയും കാലാവസ്ഥാ മുന്നറിയിപ്പ് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് തന്നെ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ നേട്ടങ്ങളുണ്ടാവും. ഇപ്പോൾ കട്ടൻ ചായ, മഴ, പാട്ട് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ അവസ്ഥയൊക്കെ നോക്കിയിട്ട് വെതർമാനോട് ചോദിച്ചാൽ അത് എങ്ങനെ പറയും? അങ്ങനെ തന്നെ പറയാൻ പറ്റുമോ? കട്ടൻ ചായയും മഴയും പാട്ടും ഒരു പരിധിവരെ നല്ലതാണ്. മഴയുടെ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം നോക്കേണ്ടത്, ഇതിനേക്കാൾ നോക്കേണ്ടത് നമ്മൾ സ്വന്തം സുരക്ഷ, സ്വന്തം കുടുംബത്തിൻ്റെ സുരക്ഷ. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെൻറ്റുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് അംഗീകരിക്കുക. അതായത് നമുക്കൊരു സംഭവമുണ്ട്, പണ്ട് പറയുള്ളത്, ഈ സുനാമി ഉണ്ടായപ്പോൾ കടൽ കാണാൻ പോയ ആളുകളുള്ള നാടാണെന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങോട്ട് വണ്ടിയെടുത്ത് പോയി. അതുപോലെ കിഴക്കൻ മേഖലകളിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ മഴ വൈബിന് വേണ്ടിയിട്ട് അവിടേക്ക് പോകുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. 16 വർഷത്തിന് ശേഷമാണ്, 16 വർഷത്തിൽ ആദ്യമായിട്ടാണ് പെട്ടെന്ന് മൺസൂൺ നേരത്തെ വന്നത്. അതിനുള്ള കാരണം കിട്ടിയോ നമുക്ക്? 2009 ശേഷം ആദ്യമായിട്ടാണ്. അതിൻ്റെ മുമ്പേ ഒരു ദിവസത്തെ ഗ്യാപ്പിലാണെന്ന് തോന്നുന്നു. 23-നെങ്ങാണ്ടോ ആക്റ്റീവ് ആയത്, 24-ലാണ് വന്നത്. ഓക്കെ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ന്യൂനമർദ്ദം ഇല്ലായിരുന്നെങ്കിൽ തന്നെ ഇത് പതിയെ മാത്രമേ കയറി വരുള്ളൂ. കാരണം ഇതിനെ വലിച്ചു കയറ്റിയതാണ്, മൺസൂണിനെ വലിച്ചു കയറ്റിയത്. ഇങ്ങനെ വലിച്ചു കയറ്റുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ആ ന്യൂനമർദ്ദം പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താവാറുണ്ട്, ഇത് ഒന്ന് ദുർബലമാവാറുണ്ട്. മുമ്പ് ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂനമർദ്ദം അതിൻ്റെ പിടി വിട്ട് കഴിഞ്ഞാൽ ഇത് ദുർബലമാവാറുണ്ട്. ആ ദുർബലമാവൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ബാക്കിയുള്ള മൺസൂണുകളൊക്കെ എങ്ങനെ ശരിക്കും നമ്മുടെ നാട്ടിലെ മൺസൂൺ പോലെ തന്നെയാണോ? ആഫ്രിക്കൻ ഇതുപോലെ തന്നെ സ്ഥിരമായിട്ട് വരുന്ന മൺസൂണുകളാണ്. അതെ. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇതല്ല, സിസ്റ്റങ്ങൾ വ്യത്യാസമുണ്ട്. അത് വേറെ സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഇന്തോനേഷ്യയിലൊക്കെ വേറെ സമയത്താണ് മൺസൂൺ, സെപ്റ്റംബർ മാസങ്ങളിൽ കാരണം മൺസൂൺ ഉണ്ടാകുന്നത്. പക്ഷേ ഇതുപോലെ ഒരു ഹെവി മൺസൂണില്ല. ഇന്ത്യൻ മൺസൂണാണ് മൺസൂണുകളുടെ രാജാവ് എന്ന് പറയാം. മഴ പെയ്യുന്നുണ്ട്. മഴയുടെ ഇത് മാത്രമല്ല, അത് അത്രയും നമ്മുടെ എക്കോണമിനെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ മെയിൻ കാർഷികമായിട്ടും മറ്റത് ഇന്ത്യയിൽ മാത്രമല്ല, ശ്രീലങ്ക, ഇന്ത്യ, മ്യാൻമർ, പാകിസ്ഥാനൊക്കെ എത്തുന്നുണ്ട് സംഭവം. അപ്പം കാലാവസ്ഥയുടെ ഓരോ മാറ്റങ്ങളും അവസ്ഥകളും ഡെയിലി ഞങ്ങളിലേക്ക് കാലാവസ്ഥ വെതർമാൻ കേരളയ്ക്ക് എത്തിക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നന്ദി.